ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, പിന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ്, വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫിനിറ്റിയിലേക്ക് പൊക്കോണ്ടിരിക്കുന്നതോ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്നതോ ആയ ഒരു ടെസ്റ്റ് ചാർജിനെ എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ച് തിരിച്ച് ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റിൽ എത്തിക്കുന്ന വർക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ ആണ് W ഇൻഫിനിറ്റി B ഈക്വൽ ടു മൈനസ് Q0 ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു B E ഡോട്ട് dr. ഇതിൻ്റെ ഡെറിവേഷനിലോട്ട് പോവാം. ഡെറിവേഷൻ നോക്കാം. ഡെറിവേഷന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു പോസിറ്റീവ് Q ചാർജ് ഉണ്ട്. ഈ Q ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിലാണ് നമ്മൾ Q0 എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജിന് വെച്ചിരിക്കുന്നത്. പോയിന്റ് എയിലാണ് നമ്മൾ Q0 എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജിന് വെച്ചിരിക്കുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ് വെച്ചത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഫോഴ്സ് Fe എന്ന് പറയുന്ന ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സ് കാരണം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ആയിരിക്കും ടെസ്റ്റ് ചാർജിന് എന്ത് പറ്റും? ടെസ്റ്റ് ചാർജ് നീങ്ങി പോകാൻ തുടങ്ങും. ടെസ്റ്റ് ചാർജിന് അപ്പോൾ ആ ഫോഴ്സ് Fe എന്ന് പറയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? Fe എന്ന് പറയുന്നത് Q0 ഇൻറ്റു E ആണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പം ഒന്ന് വായിക്കാൻ, ലെറ്റ് എ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് Q0 be placed in an electric field E due to another positive charge Q. The force acting on the എന്ന് പറയുന്നത് Q0 ആണ്. Q0 is given by Fe is equal to Q0E. This force tends to move the test charge in the direction of electric field. Electric fieldന്റെ ഡയറക്ഷനിൽ ഈ ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കും. തുടക്കത്തിൽ പറഞ്ഞ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ച് തിരിച്ച് ഈ Q0യെ തിരിച്ചൊരു പോയിന്റ് കൊണ്ടുവരുന്നതിനെയാണ് എന്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ Fe എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളൊരു F എക്സ്റ്റീരിയർ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൊടുക്കും. ഈ Fe എന്ന് പറയുന്നത് F എക്സ്റ്റീരിയറിന് ഓപ്പോസിറ്റ് ആയിരിക്കും, ഈക്വൽ ടു F എക്സ്റ്റീരിയർ. ഈ F എക്സ്റ്റീരിയർ കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ Q0Aയിലല്ലേ ഇരിക്കണം, ഈ A ഇരിക്കുന്ന Q0യെ നമുക്ക് ഡിസ്പ്ലേസ് ചെയ്തിട്ട് തിരിച്ച് B എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ F എക്സ്റ്റീരിയർ കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ Q0യിലാണ് കൊടുക്കുന്നത്. F എക്സ്റ്റീരിയർ കൊടുക്കുന്ന സമയത്ത് ഈ QA എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ച് ബിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അവിടെ സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ് dr. ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് dr കൊടുക്കുന്നത്. സോ അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? ഒരു സാധനം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോൾ അവിടെ നമുക്കൊരു വർക്ക് നടക്കും. അപ്പം വർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അവിടെ നടക്കുന്ന ഒരു ചെറിയ വർക്കായതുകൊണ്ട് dW ഇൻറ്റു ഉപയോഗിക്കുന്ന ഫോഴ്സ് F എക്സ്റ്റീരിയർ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് സംഭവിച്ചത്? ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചത് ഇത് തൊട്ട് ഇതുവരെ, അതായത് dr. F എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? F എക്സ്റ്റീരിയർ എന്ന് പറയുന്നത് മൈനസ് Fe. Feക്ക് ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് മൈനസ് കൊടുത്തത്. അപ്പം മൈനസ് Fe ഇൻറ്റു dr. നേരത്തെ നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മൈനസ് Fe എന്ന് പറയുന്നത് Q0 ഇൻറ്റു E ഇൻറ്റു dr. അവിടെ നടന്ന വർക്ക് എന്ന് പറയുന്നത് ഏതാണ്? വർക്ക് A തൊട്ട് ഏതുവരെയാണ്? A തൊട്ട് B വരെയാണ് വർക്ക് കിടന്നത്. അതുവരെയുള്ള വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. വർക്ക് ഈക്വൽ ടു മൈനസ് Q0 E ഇൻ്റഗ്രൽ ഇത് തൊട്ട് ഇതുവരെയാണ് ഇൻ്റഗ്രൽ ചെയ്യണം. അപ്പോൾ A തൊട്ട് B വരെ dr.
സോ അവിടെ നടന്ന വർക്കിൻ്റെ ഇക്വേഷൻ ആണ് W ഈസ് ഈക്വൽ ടു മൈനസ് Q0E ഇൻ്റഗ്രൽ A ടു B dr. A തൊട്ട് B വരെയുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് WAB എന്ന് പറയുമ്പോൾ മൈനസ് Q0 ഇൻ്റഗ്രൽ E ഡോട്ട് dr. A തൊട്ട് ഏത് വരെ? A തൊട്ട് B വരെ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് WAB എന്ന് പറയുന്നത് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി, അതായത് UP മൈനസ് UA which is equal to minus Q0 integral A to B E dot dr. ഇനി A എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണെങ്കിൽ UA എന്ന് U ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ക്യൂവിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ടെന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ. അത് ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. ഈ Q0 എന്ന് പറയുന്ന ചാർജ് ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ അവിടെ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒന്നും കാണില്ല. അതുകൊണ്ട് അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി U ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വർക്ക് ഇൻഫിനിറ്റി B എന്ന് പറയുന്നത് UB മൈനസ് U infinity which is equal to minus Q0 integral A to B E dot dr integral A to B അല്ലെ infinity to B E dot dr. ഇതിന് നമുക്ക് UB എന്ന് പറയുന്നത് 0 ഇപ്പം UB എന്ന് പറയുന്നത് മൈനസ് Q0 ഇൻഫിനിറ്റി ടു B E dot dr എന്ന്. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. അടുത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുമായിട്ട് സെയിം ആയിട്ട് വരും ഡെഫിനിഷൻ. പക്ഷെ നമ്മൾ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് എന്ന് പഠിച്ചാൽ മതി. അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് V ആണ്. അപ്പം V ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ. അപ്പം V ഈക്വൽ ടു വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്, അതായത് Q0. നേരത്തെ പഠിച്ച ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഇക്വേഷൻ മൈനസ് Q0 ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു B E ഡോട്ട് dr ഡിവൈഡഡ് ബൈ Q0. ഈ Q0 ക്യാൻസൽ ആവും. അപ്പം വർക്ക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു B E ഡോട്ട് dr. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. നേരത്തെ കണ്ടുപിടിച്ച വർക്ക് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ചാർജ്. യൂണിറ്റ് ചാർജ് എന്ന് പറയുമ്പം Q0. അടുത്തത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് പെർ യൂണിറ്റ് ചാർജ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ നമുക്കറിയാം U ആണ്. സോ ഇതിൻ്റെ ഡിഫറൻസ് അതായത് ഡെൽറ്റ U. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഡെൽറ്റ V. ഡെൽറ്റ V എന്ന് പറയുന്നത് ഡെൽറ്റ U ബൈ Q0, അതായത് V. ഡെൽറ്റ V യെ നമുക്ക് VB മൈനസ് VA which is equal to ഡെൽറ്റ യുവിനെ അതേപോലെ എഴുതാം UB മൈനസ് UA ബൈ Q0. ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇത്രയേ ഉള്ളൂ.